ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന. അതേ ഷെയ്ഖ് ഹസീനയെ തന്നെയാണ് ദ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ഓഫ് ബംഗ്ലാദേശ് അഥവാ ICTBD വധശിക്ഷയ്ക്ക് വിധിച്ചതും. 453 പേജുള്ള വിധിന്യായത്തിൽ കൂട്ടക്കൊല, വധശ്രമം, മനുഷ്യാവകാശ ലംഘനം തുടങ്ങിയ കുറ്റങ്ങൾ എണ്ണി പറയുന്നു. 2024 ബംഗ്ലാദേശിൽ വലിയൊരു വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് അരങ്ങേറിയതെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വിദ്യാർത്ഥികളും യുവജനങ്ങളും അടങ്ങുന്ന ആൺപെൺ വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് ജനങ്ങൾ അന്ന് തെരുവിലേക്ക് ഇറങ്ങിയത് ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ ഭരണ നയങ്ങൾക്കെതിരെയാണ്. ആ ജനക്കൂട്ടത്തിന് നേരെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന നടത്തിയ അധികാര പ്രയോഗമാണ് അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗമാണ് ഇന്ന് അവരെ തൂക്കുമരത്തിന് ചുവട്ടിൽ എത്തിച്ചിരിക്കുന്നത്. 1400 ചെറുപ്പക്കാരെങ്കിലും അന്ന് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് UN അടക്കം കണക്കാക്കിയത്. എന്നാൽ നിലവിലെ ഏറ്റവും വലിയ ചോദ്യം അതൊന്നുമല്ല. ബംഗ്ലാദേശിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് 2024 ഓഗസ്റ്റിൽ അധികാരം ഉപേക്ഷിച്ച് പലായനം ചെയ്ത ഷെയ്ഖ് ഹസീന പിന്നീട് പ്രവാസം തുടർന്നു. പിന്നീട് ഇപ്പോൾ നിലവിലവർ ഇന്ത്യയിൽ തന്നെയാണ് തുടരുന്നതും. ഷെയ്ഖ് ഹസീനയുടെ അഭാവത്തിലായിരുന്നു കേസുകളിൽ വിചാരണ നടന്നതും. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ ഒരു വിചാരണ നടപടികളെല്ലാം TV-യിലൂടെ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. ബംഗ്ലാദേശിലെ ICTBD ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കാലങ്ങളായി ബംഗ്ലാദേശുമായി നല്ല ബന്ധം പുലർത്തുന്ന, പ്രത്യേകിച്ചും ഷെയ്ഖ് ഹസീനയോടക്കം അനുകമ്പാപൂർണമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഇന്ത്യ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം. ശിക്ഷാവിധി കേട്ടിരുന്നുവെന്നും അത് സസൂക്ഷ്മം പഠിക്കുകയാണെന്നും ബംഗ്ലാദേശിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തീരുമാനം എന്താണോ അതുപോലെ നടപടികൾ കൈക്കൊള്ളുമെന്നുമുള്ള പ്രതികരണങ്ങളാണ് ഇതുവരെയും നിലവിൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളുടേതായിട്ടുള്ള പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും ബംഗ്ലാദേശ് കോടതിയുടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ കൈമാറിയേക്കില്ല എന്ന സൂചനകൾ തന്നെയാണ് ഇതുവരെയും പുറത്തുവരുന്നത്. കുറ്റവാളികളെ കൈമാറാനുള്ള ഉടമ്പടി രാഷ്ട്രീയ കാരണങ്ങളാലുള്ള കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് ബാധകമല്ലെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. എന്നാൽ ഈ വിഷയത്തിൽ ഇന്ത്യ ഇതുവരെയും ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടുമില്ല. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭം സംബന്ധിച്ച കുറ്റകൃത്യങ്ങൾക്കാണ് ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത്. വിധിക്ക് പിന്നാലെ ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ബംഗ്ലാദേശ് സർക്കാരും ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ സുരക്ഷിതയായി തുടരുമെന്ന് മകനും അവരുടെ സർക്കാരിന്റെ ഉപദേഷ്ടാവുമായിരുന്ന സജീബ് വാസദും കുറച്ചുനാൾ മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഹസീന ഇന്ത്യയിൽ സുരക്ഷിതയാണെന്നും ഇന്ത്യൻ സുരക്ഷാ സേന അവരെ സംരക്ഷിക്കുമെന്നായിരുന്നു സജീവ് വാസദിന്റെ പ്രതികരണം. ന്യായാധിപൻ മുഹമ്മദ് ഗുലാം മൗർത്തുസ മജുംദാർ അധ്യക്ഷനായ ബെഞ്ച് ഹസീനയ്ക്കൊപ്പം മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ, മുൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ചൗധരി അബ്ദുള്ള അൽ മാമൂൻ എന്നിവരും കുറ്റക്കാരാണെന്ന് പറഞ്ഞിരുന്നു. സമാനമായിട്ടുള്ള കുറ്റങ്ങൾ, അതായത് വധശിക്ഷ തന്നെയാണ് ഈ വ്യക്തികൾക്ക് മേലും ചുമത്തിയിട്ടുള്ളത്. വിധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഷെയ്ഖ് ഹസീന പ്രതികരിച്ചത് ഇത് പക്ഷാപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമായ വിധിയെന്നാണ്. കഴിഞ്ഞ വർഷം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ രാഷ്ട്രത്തിനും നിരവധി കുടുംബങ്ങൾക്കും ദുഃഖകരമായിരുന്നുവെന്നും അക്രമം കുറയ്ക്കാനും ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനുമായിരുന്നു സർക്കാരിന്റെ ശ്രമമെന്നും സംഭവങ്ങൾ നിയന്ത്രണം വിട്ടതായും എന്നാൽ ഇതിനെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പൗരന്മാരുടെ നേരെയുള്ള ആക്രമണമായി ചിത്രീകരിക്കുന്നത് വസ്തുതകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ജനാധിപത്യപരമായ അധികാരമില്ലാത്ത ഒരു വ്യാജ ട്രിബ്യൂണലാണ് ഈ വിധി പുറപ്പെടുവിച്ചതെന്നും ഡൽഹിയിൽ ഇന്ത്യ ടുഡേ TVക്ക് നൽകിയ അഭിമുഖത്തിൽ ഷെയ്ഖ് ഹസീന പ്രതികരിച്ചു. വിധിക്ക് പിന്നാലെ ധാക്കയിലും സമീപ പ്രദേശങ്ങളിലും സർക്കാർ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോടതി മുറിയിലും പരിസരത്തും കൂടിയിരുന്ന ആൾക്കൂട്ടം ആർപ്പുവിളികളോടെയും കയ്യടിയോടെയുമാണ് വിധി പ്രസ്താവത്തെ സ്വീകരിച്ചതെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചെന്നും റിപ്പോർട്ടുകളിലുണ്ട്. ശിക്ഷാവിധിയുടെ പശ്ചാത്തലത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ കർശനമായി നേരിടുമെന്നാണ് ബംഗ്ലാദേശ് അധികൃതരുടെ മുന്നറിയിപ്പ്. അക്രമത്തിന് മുതിർന്നാൽ വെടിവെക്കാൻ ഉത്തരവിട്ടതായി ധാക്ക മെട്രോപൊളിറ്റൻ പോലീസ് മേധാവി ഷെയ്ഖ് മുഹമ്മദ് സസദ് അലി അറിയിച്ചിട്ടുണ്ട്. വിധി പറയുന്നതിന് മുന്നോടിയായി ധാക്കയിൽ അവാമി ലീഗ് ബന്ദിന് ആഹ്വാനം ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി. ബന്ദ് ആഹ്വാനത്തിന്റെ പശ്ചാത്തലത്തിൽ ധാക്കയിലെ തെരുവുകൾ വിജനമാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും 30 ദിവസത്തിനകം രാജ്യത്ത് തിരികെ എത്തിയാലേ ഹസീനയ്ക്ക് വിധിക്കെതിരെ അപ്പീൽ നൽകാനാകൂ. ഷെയ്ഖ് ഹസീന അധികാരം ഉപയോഗിച്ച് മാനവികതയ്ക്ക് മേൽ ആക്രമണം നടത്തിയതായി കോടതി വിലയിരുത്തി. കൂട്ടക്കൊലയുടെ ബുദ്ധികേന്ദ്രം ഷെയ്ഖ് ഹസീനയായിരുന്നുവെന്നും വിധിന്യായത്തിൽ പരാമർശമുണ്ട്. തൊഴിൽ സംവരണത്തിനും അഴിമതിക്കുമെതിരെ യുവാക്കളും വിദ്യാർത്ഥികളും തുടങ്ങിവെച്ച സമരമാണ് വലിയ പ്രക്ഷോഭത്തിലേക്കും ഹസീനയുടെ അധികാര നഷ്ടത്തിലേക്കുമൊക്കെ നയിച്ചത്. 1971 ബംഗ്ലാദേശ് വിമോചന സമരം നയിച്ചവർക്ക് നൽകിയിരുന്ന 30% ജോലി സംവരണം പിന്നീട് അവരുടെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും നൽകുന്നത് റദ്ദാക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. പ്രക്ഷോഭകാരികൾക്ക് മേൽ മാരകായുധങ്ങൾ പ്രയോഗിക്കാൻ ഉത്തരവിട്ടെന്നും വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ വെടിവെപ്പിനെ കുറിച്ച് അറിയാമായിരുന്നെന്നും കോടതി വിലയിരുത്തി.
ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പ്രതിഷേധക്കാർക്ക് നേരെ ആക്രമണം നടത്താൻ ഷെയ്ഖ് ഹസീന നിർദ്ദേശിച്ചതായും പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട അബു സയ്യിദ് എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹ പരിശോധനാ റിപ്പോർട്ട് ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തി തിരുത്തിയതിന് തെളിവുണ്ടെന്നും കോടതി പറഞ്ഞു. 2018 സർക്കാർ നിർത്തലാക്കിയ സംവരണം പുനഃസ്ഥാപിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് സമരം തുടങ്ങിയത്. അതുപോലെ തന്നെ ഹസീന പ്രക്ഷോഭകരെ റസാക്കർ എന്ന് വിളിച്ചത് കൂടുതൽ പ്രകോപനത്തിന് കാരണമായി. വിമോചന സമരകാലത്ത് പാകിസ്ഥാനെ പിന്തുണച്ചവരാണ് റസാക്കർമാർ എന്ന് അറിയപ്പെട്ടിട്ടുള്ളത്. ഹസീന ഈ ഒരു പ്രക്ഷോഭത്തെ സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. പ്രക്ഷോഭം കലാപമായതോടെയാണ് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടി വന്നതും. പിന്നാലെ നോബൽ ജേതാവായ സാമ്പത്തിക വിദഗ്ധൻ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ വരികയും ചെയ്തു. 200-ലേറെ കേസുകളാണ് ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശ് ചുമത്തിയത്. ഇതിൽ 179 എണ്ണം കൊലക്കുറ്റങ്ങളാണ്. മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റം, വംശഹത്യ, തട്ടിക്കൊണ്ടുപോകൽ എന്നിവയും ഹസീനയുടെ പേരിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നു. ഏകദേശം 19 തവണയോളം വധശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ചരിത്രവും ഷെയ്ഖ് ഹസീനയ്ക്കുണ്ട്. എന്തായാലും ഇന്ത്യയിൽ കഴിയുന്ന കാലത്തോളം ഈ വധശിക്ഷാ വിധിയിലും ഹസീനയ്ക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് വിലയിരുത്താൻ കഴിയുക. 1971-ലെ യുദ്ധക്കുറ്റവാളികളെ വിചാരണ ചെയ്യാനായി 2009 ഹസീന തന്നെയാണ് ICT എന്ന കുറ്റകൃത്യ ട്രിബ്യൂണൽ സ്ഥാപിച്ചതെന്നും മറ്റൊരു വിരോധാഭാസം തന്നെയാണ്.